ഹലോ ഗൈസ്, നമുക്കിന്ന് നമ്മുടെ അരീനിയസ് ഇക്വേഷനെ കുറിച്ച് പഠിച്ചാലോ? വാ. Reach Learning Edge, spreading the knowledge for the humankind. വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് റീച്ച് ലേണിംഗ് എഡ്ജ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ അരീനിയസ് ഇക്വേഷനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ബേസിക്കലി അപ്പോൾ അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തിനായിരിക്കും ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും അറിയണം. നമുക്ക് ബേസിക്കലി ഒരു റിയാക്ഷൻ, ഇപ്പോൾ ഒരു റിയാക്ഷൻ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കെമിക്കലി നടക്കുന്ന എന്തൊരു റിയാക്ഷൻ ആണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ ഫോം ചെയ്യുന്ന ഇക്വേഷൻ അല്ലെ റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ, അങ്ങനെ എന്ത് ഇക്വേഷൻ ആണെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഒരു റിയാക്ടൻറ്റ് ടു പ്രോഡക്റ്റ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു എന്ത് വേണം, ഒരു എനർജി ചേഞ്ച് ഡിഫറൻസ് ഉണ്ടാവണം, പുതിയ തരം ബോണ്ടുകൾ ഫോം ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ എന്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ടെമ്പറേച്ചറായിട്ട് അതിനൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ബേസിക്കലി സിമ്പിളി പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഉപ്പ് വെള്ളം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഉപ്പ് വെള്ളം ഇപ്പം NaCl നമ്മൾ കിച്ചൺ സോൾട്ട് NaCl നമ്മുടെ വാട്ടറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഉപ്പ് വെള്ളം കിട്ടും നോർമലി. അത് ഞാനിപ്പോൾ തണുത്ത വെള്ളം കൊണ്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ടൈം എടുക്കുമല്ലോ. ഞാനതായിരുന്നു കുറച്ച് ഉപ്പ് എടുത്തത് ഞാനത് മിക്സ് ചെയ്തെടുക്കാൻ എനിക്ക് എന്തെടുക്കും, കുറച്ച് ടൈം എടുക്കും. ഇനി അതേപോലെ തന്നെ ചൂടുവെള്ളം ഞാനിപ്പോൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ വേറൊരു ടൈം കിട്ടില്ല, കുറച്ച് എന്തായാലും ടൈം കുറവായിരിക്കും അല്ലേ, പെട്ടെന്ന് എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അപ്പം അതേപോലെ തന്നെ നമ്മളിപ്പം ചായ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തേയില നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചൂടുവെള്ളത്തിനകത്തിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഡിയാക്കി എടുക്കുന്നത്. അല്ലാതെ നമ്മൾ തണുത്ത വെള്ളത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം എന്തോ അതിനകത്തിരുന്ന ആ ഒരു റിയാക്ഷൻ അവിടെ എന്തൊക്കെ തന്നെ ഇതിനകത്തൊക്കെ നടക്കുന്നത് എന്ത് തന്നെയാണ്, കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. അവിടെ എന്തുണ്ട്, ടെമ്പറേച്ചറിന് എന്തോ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട് അല്ലേ. ഇവിടെ ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും അത് എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി പറയാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് കുറച്ചും കൂടെ സയന്റിഫിക്കലി നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് ബേസിക്കലി ഒരു അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്ന സംഭവം ഉദ്ദേശിക്കുന്നത്. ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് എന്ത്, അരീനിയസ് എന്ന് പറയുന്ന പേര്. നമുക്കത് എങ്ങനെ വർക്ക് ആവുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബേസിക്കലി നോക്കാം. ഇതിനകത്ത് നമുക്ക് സിമ്പിളായി നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ ടെമ്പറേച്ചർ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരു റേറ്റ് കോൺസ്റ്റന്റ് കിട്ടും. ഇനി അതേ റിയാക്ഷൻ ഞാനൊരു ഹയർ ടെമ്പറേച്ചർ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റേറ്റ് കോൺസ്റ്റന്റ് കിട്ടും. യൂഷ്വലി നമുക്ക് ഈ കിട്ടുന്ന റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ടെമ്പറേച്ചർ കുറച്ച് ചെയ്യുന്നതിനേക്കാളും നമ്മളിപ്പോൾ കൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂവും കൂടെ കൂടും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ആവറേജ് കണക്കിൽ ഞാനിപ്പോൾ ഒരു 10 ഡിഗ്രീസ് ഞാനിപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടപ്പിനെ പറഞ്ഞിട്ട് ഒരു 2 ടൈംസ് എന്ത് ചെയ്യും, നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് കൂടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എടുക്കുവാണ് നമ്മുടെ N2O5 എന്ത് ചെയ്യും, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഈ N2O5ന് ഞാനിപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഞാനിപ്പം എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യാൻ വിട്ടാൽ അത് 10-12 ദിവസം എടുക്കും എന്ത് ചെയ്യാൻ, അത് കംപ്ലീറ്റ്ലി അതൊന്ന് ഡീകമ്പോസ് ചെയ്ത് തീർന്നു വരാൻ. ഇനി ഇതേ സാധനം ഞാനിപ്പോൾ ഒരു അറൗണ്ട് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ അത് എന്ത് ചെയ്യും, ഒരു 5-6 മണിക്കൂർ കൊണ്ട് തീരും. ഡിഫറൻസ് ഉണ്ടോ, ആദ്യം എത്ര 10 ദിവസം, ഞാൻ 10 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്യും, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ വെറും ഒരു 25 ഡിഗ്രി സെൽഷ്യസ് കൂട്ടി, അത് നോർമൽ നമ്മുടെ ആവറേജ് ഒരു റൂം ടെമ്പറേച്ചറിലോട്ട് എത്തിച്ചപ്പം എന്തായത് ഒരു 5 മണിക്കൂർ എന്ന് പറയുന്ന കണക്കിലോട്ട് മാറി. അറൗണ്ട് എത്ര 9 ദിവസവും എത്ര ഒരു 10-12 മണിക്കൂർ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പം അത് കുറച്ചുകൂടെ കൂട്ടും. ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു അതിൻ്റെ ഡബിൾ ആക്കുക, 25 ഡിഗ്രി സെൽഷ്യസ് മാറ്റി ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൊടുത്താൽ അത് അറൗണ്ട് എത്ര മിനിറ്റ് കൊണ്ട് തീരും, ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ റിയാക്ഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ചെയറിൽ ഒരു മടി പിടിച്ച് ഒരുത്തൻ ഇരിക്കുന്നു, അവൻ്റെ താഴെ നമ്മൾ മൂട്ടിലിട്ട് തീ കത്തിച്ചാൽ എന്തോ പറ്റും, ഇറങ്ങി ഓടൂലേ. അത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമ്മൾ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ കൂടും തോറും എന്ത് ചെയ്യും, റിയാക്ഷൻ നമുക്ക് പെട്ടെന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ. പക്ഷേ ഇത് എല്ലായ്പ്പോഴും അല്ല. നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. എൻഡോതെർമിക് റിയാക്ഷനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഡിപ്പെൻഡൻസ് വരുന്നത്. അതേപോലെ എന്ത് ചെയ്യും, നമുക്ക് എൻഡോതെർമിക് ആണെങ്കിലും എക്സോതെർമിക് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസുകളുണ്ട്. അത് പറയുന്ന ഇക്വേഷനാണ് എന്ത്, ബേസിക്കലി അരീനിയസ് ഇക്വേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അരീനിയസ് ഇക്വേഷനിൽ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. അതിൻ്റെ ഇക്വേഷൻ കാണുന്നതാണ് K is equal to AE raised to minus EA by RT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും. ഇത് ആക്ച്വലി ഈ ഒരു സംഭവം ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ടെന്നും ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി ആദ്യം നമ്മുടെ വാൻറ്റ് ഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ എന്തായിരുന്നു, ഒരു ബേസിക്കലി നമ്മുടെ ഒരു സ്വീഡനിൽ നിന്ന് വന്നിട്ടുള്ള സ്വീഡിഷ് ആയിട്ടുള്ള ഒരു കെമിസ്റ്റ് ആയിരുന്നു. ഓക്കെ, പക്ഷേ പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു
കണ്ടുപിടുത്തങ്ങളൊന്നും പറഞ്ഞില്ല, അതിൻ്റെ ഈ പറഞ്ഞ റിലേഷൻസ് പറഞ്ഞില്ല, ഫിസിക്കലി ജസ്റ്റിഫിക്കേഷൻസ് കൊടുത്തില്ല, പ്രൂവ് ചെയ്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്ന സയൻറ്റിസ്റ്റ് ആണ് നമ്മുടെ അരീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. പുള്ളിക്കാരനാണ് എന്ത് ചെയ്തത്, ഈ ഒരു സംഭവം ഫോർമുലേറ്റ് ചെയ്തത്, ഒരു ഫിസിക്കലി അതിൻ്റെ ഒരു പ്രൂവ് നൽകിയത്, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞതും അരീനിയസ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് പറയുന്നത്, അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് കംപ്ലീറ്റ്ലി തുടങ്ങി വെച്ചത് അരീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അല്ല, നമ്മുടെ വാൻ ഹോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്തുണ്ട്, നമുക്ക് k = AE⁻−EA/RT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ടി ഉണ്ട്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് എന്ത് ചെയ്യുന്നത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിന്തിക്കരുത് റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ, റേറ്റ് കോൺസ്റ്റന്റ് ആണല്ലോ, അത് ചേഞ്ച് ചെയ്യില്ലല്ലോ എന്ന് തിങ്ക് ചെയ്യരുത്. ചേഞ്ച് ചെയ്യില്ല എന്നുള്ളത് കറക്റ്റ് തന്നെ. അത് പക്ഷേ ഫോർ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ്. ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഇറ്റ് വിൽ ചേഞ്ച്, ഇഫ് യു ഡിക്രീസ് ദ ടെമ്പറേച്ചർ ഓൾസോ ഇറ്റ് വിൽ ചേഞ്ച്. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചിരുന്നോണം. ഇവിടെ ടെമ്പറേച്ചർ കണക്കിന് ഇതെന്ത് മാറുമെന്നുള്ള, റേറ്റ് കോൺസ്റ്റന്റ് മാറിയാൽ എന്ത് പറ്റും, ആ ഒരു കംപ്ലീറ്റ് റേറ്റ് മാറും, ആ ഒരു റിയാക്ഷന്റെ റേറ്റ് മാറും. റേറ്റ് മാറിയാൽ എന്ത് ചെയ്യും, ഏതർ സ്പീഡ് കൂടും അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്പീഡ് കുറയും. R = K, പിന്നെ മറ്റേ എന്തെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, ഇങ്ങനെയല്ല നമ്മൾ റേറ്റ് ലോ ഇടുന്നത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് മാറിയാൽ എന്ത് ചെയ്യും, ഇത് മാറും. അപ്പോൾ അത് ചേഞ്ച് ആവുന്നത് എങ്ങനെയെന്നുള്ള ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുന്നത്. ഇവിടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഒരാളാണ് എന്ത്, K വന്നു, K ആണ് ലെഫ്റ്റ് സൈഡ്. റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷനകത്ത് നോക്കാം. ഫോർ എ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അടുത്ത് വരുന്ന ഒരാളാണ് എന്ത്, ഇവിടെ A ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു ഫാക്ടറാണ് ബേസിക്കലി. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇത് ഇത്രയും ടെമ്പറേച്ചറിൽ ഇങ്ങനെ കൂടും, ഇങ്ങനെ ഇത് കൂടും എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ആക്ച്വലി പറഞ്ഞാൽ ഈ A കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്, ഇത് ആക്ച്വലി ഈ A എന്നുള്ള സംഭവം വന്നിട്ടുള്ളത് നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അരീനിയസ് ഫാക്ടർ എന്ന് പറയും. നമുക്ക് അരീനിയസ് ഫാക്ടർ എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് പറയത്തക്ക വിധമുള്ള പേരാണ് എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ ഒരു പേരും കൂടെ പറയാൻ നോക്കുകയാണെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. എക്സ്പോണൻഷ്യൽ ഫാക്ടറിനെക്കാളും ബെറ്റർ വുഡ് ബി പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഈ സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ യൂളേഴ്സ് നമ്പർ. നമ്മുടെ ഈ ലോഗൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാം. ഇവിടെ നമുക്ക് യൂളേഴ്സ് നമ്പർ എന്നാണ് ഇതിന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഫ്രാക്ഷൻസ് വരുമ്പോൾ, ഫാക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ. അപ്പോൾ ഇതിന് മുമ്പ് വരുന്ന ഫാക്ടർ ആയതുകൊണ്ട് വി ക്യാൻ ടേം ദാറ്റ് ആസ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ഇതല്ലെങ്കിൽ നമുക്ക് ഒരു പേരും കൂടെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും, ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുകൾ നമുക്ക് ബേസിക്കലി ഈ ഒരു എനകത്ത് നോക്കണം. ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയാനുള്ള റീസൺ, നമ്മളിപ്പം ബേസിക്കലി ഒരു റിയാക്ഷൻ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൊളിഷൻ സംഭവിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് രണ്ട് മോളിക്യൂൾസ് ഓഫ് സംതിങ്, രണ്ട് മോൾസ് അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് പുതിയ ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പം എത്ര തവണ ഇത് കൊളൈഡ് ചെയ്യുന്നു, ഇപ്പം നമ്മൾ കുറച്ചുകൂടി ചൂട് കൊടുത്താൽ ബേസിൽ എന്താ സംഭവിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു കംപ്ലീറ്റ് ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഇന്നത്തെ ഞാൻ കുറച്ച് മോളിക്യൂൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം വെറുതെ ഇട്ട് വെച്ചേക്കും, എന്തോ മോളിക്യൂൾസ് പാർട്ടികൾസ് എന്തോ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് പറ്റും, ഇവിടെ ആദ്യം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ആ ഒരു മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസ് ആണെന്നും കൂടെ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഗ്യാസ് ആയിട്ടോ അങ്ങനെ എന്തോ സംഭവം എത്തിയിരിക്കുക. ഞാൻ ഇനി താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, ടെമ്പറേച്ചർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും, ചെറുതായിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യുമല്ലോ. ഞാൻ ഈ താഴ്ന്ന് കുറച്ചും കൂടെ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി കൊടുത്താൽ എന്ത് പറ്റും, ഇത് വീണ്ടും മൂവ് ചെയ്യുന്ന സ്പീഡ് കൂടും. വൈ കൂടും, ഈ താഴെ നിന്ന് പോകുന്ന ഹീറ്റ് എനർജി അകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിസ്ട്രോയ് ഒന്നും കളയാൻ പറ്റത്തില്ല. അത് നേരെ നമ്മുടെ ഈ പറഞ്ഞ അകത്തിരിക്കുന്ന ആൾക്കാർ അതിനെ എന്താക്കി മാറ്റും, അതിൻ്റെ അകത്തിരിക്കുന്ന ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള പാർട്ടികൾസ് ഒക്കെ അതിനെ എന്താക്കി മാറ്റും, കൈനറ്റിക് എനർജി ആക്കി മാറ്റും. കൈനറ്റിക് എനർജി ഈസ് എനർജി പോസസ്ഡ് ബൈ എ മൂവിങ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സാധനം അകത്തിറന്ന് എന്ത് ചെയ്തോട്ടെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊളൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് തിയറി. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ പറ്റുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കൊളൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ഒരു ബേസിക് മീനിങ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് വരുന്നതാണ് ഇ ഉണ്ട്. ഇ സ്റ്റാൻഡ്സ് ഫോർ യൂളേഴ്സ് നമ്പർ. നമ്മുടെ എക്സ്പോണൻഷ്യൽ കാര്യത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് എന്ത്, യൂളേഴ്സ് നമ്പർ. അതായത് ഇവിടെ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നമ്മളിപ്പോൾ ടെമ്പറേച്ചർ ഞാൻ കൂട്ടിയാൽ നമുക്ക് ബേസിക്കലി എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ആ ഒരു റേറ്റ് കോൺസ്റ്റന്റ് കൂടും. ഇവിടെ നമുക്ക് സിംപ്ലി അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം, റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യും, എക്സ്പോണൻഷ്യലി ലെവൽസിന് കൂടും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ് ഇൻറ്റു 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെറും 2 പ്രാവശ്യം കൂടി.
ഇനി സ്ക്വയർ ടൈംസ് എന്ന് കൂടിയാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം 4 എന്ന് പറയുന്ന നമ്പർ ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 8 കിട്ടും. ഇനി ഇതിന് ഞാൻ സ്ക്വയർ ടൈംസ് അല്ലെങ്കിൽ അതിന് എക്സ്പോണൻഷ്യലി റൈസ് ടു 2 എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് ചെയ്താൽ എനിക്ക് അവിടെ എത്ര കിട്ടും? 16 കിട്ടും. ഇതിന്റെ 8ന്റെയും എന്താണ് ഡബിൾ ആണ് എന്ത്? 16. അപ്പൊ അത്രയ്ക്ക് ഒരു നമ്പർ ഷൂട്ടപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് ആക്ച്വലി അങ്ങനെ റേറ്റ് കോൺസ്റ്റന്റ് ഷൂട്ടപ്പ് ചെയ്യും എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ യൂളേഴ്സ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അടുത്ത് വരുന്ന ഒരാളാണ് -EA/RT അല്ലെങ്കിൽ EA/RT. ഈ ഹോളായിട്ട് ഞാനിപ്പം EA/RT എടുത്താൽ ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അവിടെ എത്ര എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസിന് നമുക്ക് ആവശ്യമുള്ള എനർജി ഉണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോക്കിയോ, ഇതിനകത്ത് ഈ ഒരു ടേമിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട്? നമുക്ക് ഇവിടെ EA ഉണ്ട്, പിന്നെ R ഉണ്ട്, T ഉണ്ട്. EA സ്റ്റാൻഡ്സ് ഫോർ ആക്ടിവേഷൻ എനർജി. ഓക്കെ, പിന്നെ അടുത്തത് R എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിനെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ R എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനകത്തൊക്കെ പറയുന്ന P=nRT എന്ന് പറയുന്ന ഇക്വേഷനകത്ത് യൂസ് ചെയ്യുന്ന R. അത് തന്നെയാണ് ഇവിടെ വരുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. പിന്നെ നമുക്ക് അടുത്ത T ആയിട്ട് വരുന്നത് ടെമ്പറേച്ചറാണ്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമുക്ക് പല വാല്യൂസ് പറയാം. 8.314 പറയാം, 0.082 പറയാം, 0.083 പറയാം. ഓക്കെ, അത് ഓരോ യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് 2-3 വാല്യൂസ് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഇവിടെ നമുക്ക് അടുത്ത ഒരാളാണ് ഈ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോക്കകത്ത് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇതല്ലാതെ നമുക്ക് എന്താ ബേസിക് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയാക്ഷൻ നമുക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനിപ്പം പറയാൻ ഞാൻ ഇവിടെ 2 മാർക്കർ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ 2 മാർക്കിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വെറുതെ വെച്ചാൽ എന്തെങ്കിലും റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ എന്ത് ചെയ്യും? ഇത് ഉരുകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നടക്കുമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കിപ്പം ഇനിഷ്യലി നമുക്കൊരു എമൗണ്ട് ഓഫ് എനർജി വന്നതിന് ശേഷം എന്ത് ചെയ്യത്തുള്ളൂ? റിയാക്ഷൻ നമുക്ക് ഫോർവേഡ് ആവത്തുള്ളൂ. അതെന്താണ്, അതിവിടെ എന്താണ് അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ വീഡിയോക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബേസിക്കലി ഇവിടെ നമുക്ക് ആക്ടിവേഷൻ എനർജി വരും, എന്താണ് വരുന്നത്? നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വരും, ടെമ്പറേച്ചർ വരും. ഇത് അത്രയും ചേർന്നിരിക്കുന്ന ഈ ഒരു സംഭവം ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും ഒരു കണ്ടെയ്നർ എടുക്കും, ഒരു കിണ്ടിക്കകത്ത് ഞാൻ കുറേ എന്തൊക്കെ വാരി ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ മോളിക്യൂൾസോ കുറേ പാർട്ടിക്കിൾസൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇതിനകത്ത് എന്തെങ്കിലും റിയാക്ഷൻ നടക്കുന്നൊന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് എന്തോ റിയാക്ഷൻ നടക്കുക. ഞാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം എന്തെടുത്തിട്ടുണ്ട്? നമ്മൾ കുറച്ച് ഹൈഡ്രജൻ H2, പിന്നെ കുറച്ച് അല്ലെങ്കിൽ Cl, അങ്ങനെ എന്തോ Cl എടുത്തിട്ടുണ്ട്, നമ്മൾ ക്ലോറിൻ എടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചേർത്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് തരും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ചിലപ്പം ഒരു ഹൈഡ്രജന് ഒരു കുറച്ച് എനർജി ഉണ്ടാവും, ഒരു ക്ലോറിന് കുറച്ച് എനർജി ഉണ്ടാവും. നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് എനർജി ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബസ്സിന് എന്ത് ചെയ്യുക? സങ്കല്പിക്കുക. ബസ്സിൽ ഇപ്പോൾ ഒരു 10, 50, 100 പേരുണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്തിരിക്കുന്ന 10-50 പേർക്കും എല്ലാവർക്കും ഒരേ എനർജി കാണുമോ? ഇല്ല. ഇതിനകത്ത് കുറച്ച് പേർക്ക് നല്ല എനർജി ഉണ്ടാവും, കുറച്ച് പേർക്ക് കുറച്ച് എനർജി ഡൗൺ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് എന്തുണ്ടാവും? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ഡിഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എനർജി നമുക്ക് ആവശ്യത്തിനുള്ള അളവുള്ള ആൾക്കാർ എന്ത് ചെയ്യും? റിയാക്ഷനിൽ പങ്കെടുക്കും, ബാക്കിയുള്ളവരവിടെ വെറുതെ ഇരിക്കും. അപ്പോൾ ഇവിടെ ആരൊക്കെ നമുക്ക് ഈ പറഞ്ഞ എനർജി ഉണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും? റിയാക്ഷനകത്ത് പങ്കെടുക്കും. അവരൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? EA/RT കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എന്തുണ്ടാവും? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പൊസസിങ് ദാറ്റ് എനർജി. നമുക്ക് ആവശ്യമുള്ള എനർജി ഉണ്ടാവും. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് റിക്വയർഡ് എനർജി. നമുക്ക് ആവശ്യമുള്ള എനർജി, ആവശ്യമുള്ള എനർജി ഉള്ള മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫ്രാക്ഷനാണ് നമ്മൾ എന്താ പറയുന്നത്? EA/RT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഈ ഇക്വേഷൻ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കാം. അതിന് മുമ്പ് നമുക്ക് ബേസിക്കലി ഇവിടെ ആക്ടിവേഷൻ എനർജി എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. ഇപ്പം നമുക്ക് ബേസിക്കലി നമുക്ക് പല ടൈപ്പ് എനർജി നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ് ഈ പറഞ്ഞ ആക്ടിവേഷൻ എനർജി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് കുറച്ച് ഗ്രാഫൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഗ്രാഫ് നോക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാനിപ്പം ഒരു റിയാക്ഷൻ എടുക്കുക. H2 എടുത്തു, കൂടെ ഞാനിപ്പം I2 അയഡിൻ, H2 ഫോർ ഹൈഡ്രജൻ, I2 ഫോർ അയഡിൻ, ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് എന്തിട്ട് HI കിട്ടും. ബാലൻസ് ചെയ്ത് നമുക്ക് 2 HI നമുക്ക് എന്ത് ഇവിടെ കിട്ടും. ഇങ്ങനെ ഒരു റിയാക്ഷൻ ആക്ച്വലി എങ്ങനെയാണ് സംഭവം? ഇപ്പം നമുക്കൊരു റിയാക്ഷൻ പുതിയ നടന്നു പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി എന്താ? ഹൈഡ്രജൻ തമ്മിൽ എന്തോ ബോണ്ട് ഉണ്ട്, H2I. അല്ലെങ്കിൽ 2 അയഡിൻ തമ്മിൽ എന്തോ ബോണ്ട് ഉണ്ട്, അവർ മാറി I2I. ഇനി ഇവർ രണ്ടുപേരും മാറിയിട്ട് എന്താണ്? HI അല്ലെങ്കിൽ ഹൈഡ്രജൻ അയഡൈഡ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് എന്ത് ചെയ്യണം? പോകണം. ഇവിടെ എന്താണ്? ഇവിടെ പുതിയ ബോണ്ട് എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. ഹൈഡ്രജൻ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ
പ്രൊഡക്ഷൻ, എക്സിസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ബോൺസ്. ഇവിടെ ഒരു പുതിയൊരു ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആക്ച്വലി ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, ഇവിടെ നോക്കിയപ്പോൾ ഹൈഡ്രജനും ഒരു ഹൈഡ്രജനും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. കൂടെ നമുക്ക് ഇവിടെ ഒരു അയഡിനും അടുത്തൊരു അയഡിനും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ ആദ്യം കണ്ട് ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. എന്തുണ്ടോ, ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യണം. ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതായത് ഇത് വളരെ ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഇത് ഉടനെ എന്ത് ചെയ്യും, ഇത് മാറി ഇതിന്റെ അടുത്ത് എന്താണോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, മാറും. ഇതിന് ഈ ഒരു സംഭവം, ഈ ഒരു ഇന്റർമീഡിയറ്റിന് തന്നെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം, ഇങ്ങനെ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ബോണ്ട് പോലെ റെഡിയാക്കി എടുക്കുന്നു എന്നുള്ളതാണ് കണ്ടീഷൻ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ബോണ്ട് ഇൻ കെമിസ്ട്രി മീൻസ് ഇറ്റ്സ് ആൻ എനർജി. അല്ലാതെ നമുക്കിപ്പോൾ ഒരു സംഭവം, ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പല സ്ട്രക്ചേഴ്സ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരയ്ക്കും. അവിടെ നമ്മൾ ഇങ്ങനെ വരയൊക്കെ വരയ്ക്കും. റിയൽ ലൈഫിനകത്ത് കാണുമ്പോഴത്തേക്കും പോയിട്ട് ഇവിടെ വരവൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊരു എനർജിയാണ്. അതായത് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു എനർജി ഉണ്ടെന്നും അതിങ്ങനെ അടുത്ത് ഇങ്ങനെ പിടിക്കുന്നു. ഇപ്പൊ 2-3 ഫ്രണ്ട്സ് തമ്മിൽ കുറെ മറ്റേ നമ്മൾ പറയും ഫ്രണ്ട്സ് ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ പറയൂലേ. ആ ഫ്രണ്ട്സ് ബോണ്ടിങ്ങിന് എന്താണ്, ഒരു എനർജി ഉണ്ടാവും, ഒരു വൈബ് ഉണ്ടാവും നമ്മൾ പറയുന്നില്ല. അതാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. ഇവർ തമ്മിൽ എന്തോ ഒരു എനർജി ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് വേണം, ഒരു പർട്ടിക്കുലർ എനർജി വേണം. ആ പർട്ടിക്കുലർ എനർജിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവേഷൻ എനർജി എന്നും പറയുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. ഇത് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് എന്തോ സംഭവിക്കുന്നത്, ഇതിന്റെ യഥാർത്ഥ കണ്ടീഷനിലോട്ട് മാറും. നമുക്ക് ഇതാണ്ട് ഇങ്ങനെ കിട്ടും, 2H ആയി കിട്ടും. വന്നില്ലേ, 2H ആയി കിട്ടും. ഇങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഒരു റിയാക്ഷൻ ആക്ച്വലി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് കണ്ട് ഈ ഒരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇത് എത്തിക്കോളും. ഇത് ഹൈലി അൺസ്റ്റേബിൾ, ഉടനെ അത് മാറിക്കോളും. ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് പാട്. കാരണം നമുക്ക് ഇവിടെ ആക്ടിവേഷൻ എനർജി വേണം. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് നമുക്ക് ഇത് ക്രിയേറ്റ് എടുക്കാനുള്ള ടൈം എടുക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു സംഭവം നമുക്ക് ടെമ്പറേച്ചർ കൂട്ടി നമുക്ക് റിയാക്ഷൻ കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇതുകൊണ്ടാണ്. ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാറ്റലിസ്റ്റിന്റെയും പരിപാടി. അതായത് ഇപ്പം ആക്ടിവേഷൻ എനർജി എത്ര കുറയുന്നോ നമുക്ക് ആ റിയാക്ഷൻ എന്ത് ചെയ്യും, പെട്ടെന്ന് നടന്നങ്ങ് പോകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ എനർജി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു പർട്ടിക്കുലറിരിക്കുന്ന മോളിക്യൂൾസിന് എനർജി ഗെയിൻ ചെയ്ത് ആക്ടിവേഷൻ എനർജി എത്തിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു സംഭവം ഫോം ചെയ്യത്തുള്ളൂ. ഈ ഒരു സംഭവം ഫോം ചെയ്താൽ എന്ത് വരത്തുള്ളൂ, ഇത് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ആക്ടിവേഷൻ എനർജി നമുക്ക് കുറയ്ക്കാൻ പറ്റിയാൽ നമുക്ക് ആ റിയാക്ഷൻ പെട്ടെന്ന് നടന്നു പോകും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഡൺ ബൈ അവർ കാറ്റലിസ്റ്റ്. ഇവിടെ നമുക്ക് കാറ്റലിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇത് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഗ്രാഫ് നമുക്ക് ബേസിക്കലി റെഡിയാക്കി എടുക്കാൻ പറ്റും. എനർജിയും ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാനുള്ളൊരു ആ ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ആക്ടിവേഷൻ എനർജി എന്താണെന്നും എൻഡോതെർമിക് റിയാക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇതെന്താ, എക്സ് ആക്സിസ് ആണ്. ഇതെന്താണ്, വൈ ആക്സിസ് അല്ലേ. ഞാനിവിടെ എക്സ് ആക്സിസിൽ ഞാനിവിടെ എന്തെടുത്തിട്ടുണ്ട്, റിയാക്ഷൻ കോർഡിനേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ് ആക്സിൽ ഞാൻ റിയാക്ഷൻ കോർഡിനേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ വൈ ആക്സിസിൽ ഞാൻ പൊട്ടൻഷ്യൽ എനർജി എടുത്തിരിക്കുക. ഓക്കെ, എന്താണ് റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് ചോദിച്ചാൽ, റിയാക്ഷൻ കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു റിയാക്ഷൻ തുടങ്ങി, ഇപ്പം നമ്മൾ ആദ്യം കണ്ടു എന്താണ്, H ആയിരുന്നു, HH ആയിരുന്നു, II ആയിരുന്നു, ഒരു കോംപ്ലക്സ് ആയി, പിന്നെ HI മാറി. അപ്പൊ ഇവിടെ നമുക്ക് ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ എത്തി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്ന സംഭവം ഉദ്ദേശിക്കുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ റിയാക്ഷൻ എവിടെ വരെ പ്രൊസീഡ് ചെയ്ത് എത്തി എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷനെ കുറിച്ചായിരിക്കും. എനിക്കൊരു എക്സോതെർമിക് റിയാക്ഷന്റെ കണ്ടീഷൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട HI ആ റിയാക്ഷൻ ഇല്ലേ, അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. നമുക്ക് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഇക്വേഷൻ കണ്ട് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇത് നമ്മുടെ എനർജിയാണ്. അവിടെ കാണാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു കണ്ടെയ്നറിനകത്ത് അതിനകത്ത് കാണുന്ന ആൾക്കാർക്ക് എന്തുണ്ടോ, ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടാവും. എനർജി ഒരിക്കലും സീറോ ആയിരിക്കില്ല കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എനർജി ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടെ തുടക്കാൻ പോകുന്ന നമ്മുടെ HHനും IIക്കും എന്തുകൊണ്ട് എനർജി ഉണ്ട്, അതുകൊണ്ടാണ് HH തമ്മിൽ ബോണ്ട് ആയിരിക്കും. അവിടെ ബോണ്ട് ഉണ്ട്, എനർജി ഉണ്ട്. ബോണ്ട മീൻസ് എനർജി, ബോണ്ട കഴിച്ച എനർജി കിട്ടില്ല. അതേപോലെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എനർജി കിട്ടും.
കിട്ടും. അപ്പം നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എനർജി ഉണ്ട്. ഇവിടെ ആ എനർജി ഇന്ന് തുടങ്ങി ഇത് എന്ത് ചെയ്യണം, ഇതിങ്ങനെ കൂടി അങ്ങ് പോകും. ഈ കൂടി പോകുന്ന എനർജിയാണ് എന്ത്, നമ്മുടെ ആക്ടിവേഷൻ എനർജി കൂടി ഇതൊരു പീക്കിലെത്തും. ആൻഡ് ദാറ്റ് പീക്ക് ഇസ് ആക്ടിവേഷൻ എനർജി. ഇവിടെ നിന്ന് വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ വന്ന് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇവിടെ ആക്ച്വലി ആദ്യം ഇരിക്കുന്നത് കണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ HHI ഇരിക്കുന്ന കണ്ടീഷനാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും, ആക്ടിവേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് നമുക്ക് അങ്ങ് കിട്ടും. നമ്മുടെ ഇടയ്ക്ക് കണ്ടില്ലേ ആ ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് നമുക്ക് ഇവിടെ നമുക്ക് ഫോം ചെയ്യും. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളിവിടെ എടുത്തുള്ള എന്താണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം നമുക്ക് ഇതാണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു പീക്ക് ലെവൽ നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ ഉണ്ടായിരിക്കുന്ന എനർജിയാണ് എന്ത്, നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുക, ആക്ടിവേഷൻ എനർജി എന്ന് പറയും. നമുക്കിത് പോയിട്ട് നേരെ എന്ത് ചെയ്യും, തിരിച്ച് എനർജി ഡൗൺ ആവുകയാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടും. എന്ത് കിട്ടും, HI എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ നേരത്തെ ഉള്ള മറ്റേ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുവാണ്. അത് മാറി നമുക്ക് എന്ത് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ഇത് എക്സോതെർമിക് ആണെന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഒരു ഇവിടെ നോക്കി. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി Y ആക്സിസിൽ വെച്ചിട്ടുള്ള Y ആക്സിസിൽ ഇവിടെ എന്തായിരിക്കും, ചെറിയ വാല്യൂ ഇവിടെ നമുക്ക് 0 ആയി. മുകളിലോട്ട് പോകുന്നതോടെ എന്താവും, ഒരു ഹയർ വാല്യൂലോട്ട് മാറും അല്ലേ. അപ്പം നമുക്ക് ദാണ്ട് ഇങ്ങനെ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് ദാണ്ട് ഫസ്റ്റ് ലെവൽ ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ലെവൽ ദാണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ, ഇനിഷ്യലിനെക്കാളും ഫൈനൽ എന്താ കുറവാണ്. അപ്പം ഞാൻ ഇവിടെ ദാണ്ട് ΔH എടുക്കുക. ΔH എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ എൻതാൽപ്പി. നമുക്ക് ആദ്യം ഒരു എൻതാൽപ്പി മീൻസ് എനർജി കേട്ടോ, എന്തപ്പി അത്രേ ഉള്ളൂ, വേറെ എനർജി വേറെ ഒന്നുമല്ല. ഇവിടെ നമുക്ക് ദാണ്ട് ഇനീഷ്യലി ദാണ്ട് ഇത്ര ഉണ്ടായിരുന്നു, പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. ΔH ആദ്യം വരുന്ന ΔH നമ്മൾ പറയുന്നത് ആദ്യം ഒരു എൻതാൽപ്പി ഉണ്ടായിരുന്നു, പിന്നെ ഒരു എൻതാൽപ്പി ഇവിടെ കുറവാണ്. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായതിനേക്കാളും കുറവാണ്. അപ്പൊ എന്താണ് സംഭവം, റിലീസ് ചെയ്തിട്ടുണ്ട് എനർജി പുറത്തോട്ട് കളഞ്ഞതിന് തൊട്ട് എക്സ്ട്രാ എനർജി ഉണ്ടായിരുന്നു ആദ്യം, അതിന് നമ്മൾ എന്ത് ചെയ്ത് പുറത്ത് കളഞ്ഞു. എക്സ്ട്രാ എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കത്തില്ല, കാരണം നമുക്ക് എന്താണ് ആക്ടിവേഷൻ എനർജി പോകണം, അത് അങ്ങ് അറ്റത്താണ്. ഇനിയിപ്പം ദാണ്ട് ഇതിപ്പം ഈ സംഭവം മുകളിൽ നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ മുകളിൽ വന്നാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് എൻഡോതെർമിക് ആണെന്ന് പറയാം. ഇത് ആദ്യം ഉണ്ടായതിനേക്കാളും താഴെ വന്നാൽ നമ്മൾ എന്താ പറയും, എക്സോതെർമിക് ആണെന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ആക്ടിവേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടായിരിക്കുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവേഷൻ എനർജി പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ എന്തും പറയുന്നത്, EA എന്നുകൊണ്ട്. EA സ്റ്റാൻഡ്സ് ഫോർ, A സ്റ്റാൻഡ്സ് ഫോർ ആക്ടിവേഷൻ ആൻഡ് E സ്റ്റാൻഡ്സ് ഫോർ എനർജി. അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി. ഇതിപ്പോൾ നമുക്ക് എന്താണ്, എക്സോതെർമിക് ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം. ഞാനിപ്പോൾ ഇതിപ്പോൾ ഇനി നമുക്ക് എൻഡോതെർമിക് ആക്കണം, വേറെ എന്തെങ്കിലും റിയാക്ഷൻ നമുക്കിപ്പോൾ ഇത് എൻഡോതെർമിക് ആണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരില്ല. തുടങ്ങിയതിന് ശേഷം എന്താകും എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ ഒരു വരും, ഇതേപോലെ ആക്ടിവേഷൻ എനർജി ഒക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ കിട്ടുന്ന പ്രോഡക്റ്റ് ദാണ്ട് ഇത് കണ്ടോ, അതാണ്ട് ആദ്യം നോക്കി ഇവിടെ തുടങ്ങും, പിന്നെ ഇവിടെ പോയി തരും എന്താണ് ഹയർ വാല്യൂ. നമുക്ക് എനർജി നോക്കുമ്പോഴത്തേക്കും പ്രോഡക്റ്റിന്റെ എനർജി, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ആണ്, ഇവിടെ നമുക്ക് റിയാക്റ്റന്റ് ആണ്, ഇവിടെ നമുക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാണ്ട് ആദ്യം എടുത്തിട്ടുള്ള സ്പോട്ടിൽ നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജി താഴെ ആയിരിക്കും, പിന്നെ എടുക്കുന്ന സ്പോട്ടിൽ പൊട്ടൻഷ്യൽ എനർജി മുകളിലായിരിക്കും. എങ്കിൽ നമുക്ക് എന്താ പറയാം, എൻഡോതെർമിക് ആണെന്ന് പറയും. കാരണം എന്തുവാ, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫൈനലൈസ്ഡ് എനർജി നമുക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്ന റിയാക്റ്റന്റിനെക്കാളും കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എനർജി സപ്ലൈ ചെയ്ത് കൊടുക്കണം. സപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ റിയാക്ഷൻ നടക്കത്തില്ല. നമുക്ക് ആക്ടിവേഷൻ എനർജി എത്താൻ എപ്പോഴും നമുക്ക് സപ്ലൈ ചെയ്ത് എനർജി കൊടുക്കണമെന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി അവർ തമ്മിൽ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ചിലപ്പോൾ നടക്കാം. സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ നടക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എനർജി അത് വീണ്ടും നമുക്ക് പുറത്ത് തരുന്നില്ല, ഒട്ടുമേ എനർജി പുറത്ത് തരുന്നില്ല, അതെല്ലാം അകത്തോട്ട് ഗ്രാസ്പ് ചെയ്ത് വെച്ചിട്ടാണ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻഡോതെർമിക്. നമ്മൾ കൊടുത്തതിന് ശേഷം ചിലപ്പോൾ ഇങ്ങനെ പുറത്ത് നമുക്ക് എനർജി തരുന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സോതെർമിക് എന്നുള്ളതാണ് കണ്ടീഷൻ. നമുക്ക് നേരത്തെ എന്താണ്, പ്രോഡക്റ്റിന്റെ എനർജി കുറവാണ്, ഇവിടെ നമുക്ക് പ്രോഡക്റ്റിന്റെ എനർജി കൂടുതലാണ്. എന്ത് വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ റിയാക്റ്റന്റിന്റെ എനർജി. അപ്പോൾ ഇവിടെ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എനർജി അകത്തോട്ട് കൊടുക്കണം. ഇങ്ങനെ ഒത്തിരി ഗ്രാഫ് വന്നാൽ അത് എൻഡോതെർമിക്. ഇവിടെ നമ്മളിപ്പോൾ ΔH എടുക്കുമ്പോൾ ഇങ്ങനെ വരും, നമുക്ക് ΔH എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഈ ഒരു റേഞ്ച് എത്തി താണ്ട് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്, ആക്ടിവേഷൻ എനർജി എന്നുള്ള കണക്കിൽ പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവേഷൻ എനർജി എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് വരുന്ന എല്ലാവരുമായി ഇനി നമുക്ക് അവിടെ A ഉണ്ട്, K നമുക്കറിയാം, റേറ്റ് കോൺസ്റ്റന്റ്, അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ ആ ഇക്വേഷനകത്ത് വന്ന E⁻⁻⁻ ഈ നോക്കി യൂളസ് നമ്പർ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ മറ്റേ എക്സ്പോണൻഷ്യൽ ഫാക്ടറിൽ അത് കൂടുന്നതിന് വേണ്ടി ഡിനോട്ട് ചെയ്യാൻ മാത്തമാറ്റിക് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ്. EA കുറിച്ച് നമ്മൾ കണ്ടു. R നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അറിയാം, അത് പർട്ടിക്കുലർലി കിട്ടുന്ന ഒരു വാല്യൂ ആണ്. ടെമ്പറേച്ചർ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യും, മാറും. ഇനി ഇവിടെ നമുക്ക് EA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തിരുന്ന് കണ്ടുപിടിക്കാം. EA എന്ന് പറയുന്ന സംഭവം നമുക്ക് കണ്ടുപിടിക്കാം. A എന്ന് പറയുന്ന സംഭവം, A എന്ന് പറയുന്ന അവിടെ നമ്മൾ എടുത്ത ആ ഇക്വേഷനകത്ത് K = AE⁻⁻RT എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള A എന്ന് പറയുന്നത് എന്തായിരുന്നു, അരീനിയസ് ഫാക്ടർ, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ, ഫ്രീക്വൻസി ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ സംഭവം ഒരു പർട്ടിക്കുലർ റിയാക്ഷനിന് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട HI, ആ ഒരു H മൈയും കൂടെ ചേർന്ന് കിട്ടുന്ന HI എന്ന് പറയുന്ന ഇക്വേഷനിൽ
നമുക്ക് എന്തായിരിക്കും ഒരു പർട്ടിക്കുലർലി അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് എവിടെ പോയിട്ട് നമ്മൾ ഏത് ടെമ്പറേച്ചറിൽ നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ തന്നെ ആ എക്ക് നമുക്ക് എപ്പോഴും കിട്ടും. അത് ആ ഒരു പർട്ടിക്കുലർ റിയാക്ടിങ് സ്പീഷീസിന് തമ്മിലുണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു എ ആണ്. അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, അവർ പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നമുക്കുള്ളൊരു കാര്യമാണ്, നമുക്ക് അവിടെ ഇയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എപ്പോഴും ഒരു റിയാക്ഷനകത്ത് നമ്മൾ മാറ്റാൻ പോകുന്നത് ഈ പറഞ്ഞ ഇയെയും ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവേഷൻ എനർജി. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് നമുക്ക് കുറയാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, ആ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് വയ്ക്കാം. എന്തിനാണ്, നമുക്ക് ഇ എന്ന് പറയുന്ന സംഭവം, നമുക്ക് അവിടെ ഇ ഒക്കെ ഉണ്ട് അല്ലെ, എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഇ ഉണ്ട്, യൂളസ് നമ്പർ. ആ യൂളസ് നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ഒരു സംഭവം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് നമുക്ക് ലോഗിലോട്ട് മാറുന്നത്. കാരണം നമുക്ക് ലോഗ് ഇ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ആ ഇ അങ്ങ് മാറി കിട്ടും. ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ബാക്കി ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനോട്ട് ലോഗ് ഒക്കെ വരുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനവിടെ നമുക്ക് ആ ഇക്വേഷൻ എന്തായിരുന്നു, കെ ഇസ് ഈക്വൽ ടു k is equal to a e raised to minus EA by RT. ഇങ്ങനെയല്ലേ നമുക്ക് ഇക്വേഷൻ കാണുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഈനെടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം എടുക്കുക. രണ്ട് സൈഡിൽ ഞാൻ എന്തെടുക്കുക, നാച്ചുറൽ ലോഗരിതം എടുക്കുക. അപ്പോൾ എനിക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും, ln k is equal to ln a. നോക്കിപ്പോൾ ഒരു സംഭവം, ഇപ്പം നാച്ചുറൽ ലോഗരിതം ആണെങ്കിലും നമ്മുടെ നോർമലി ലോഗ് എന്ന് പറയുന്ന സംഭവമാണെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കകത്ത് വരുന്ന റൂൾസ് ഒക്കെ സെയിം ആണ്. ഇപ്പോൾ ലോഗിനകത്ത് പറയുന്ന റൂൾസ് ഇല്ല, അതൊക്കെ തന്നെയാണ് നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലോഗ് എ ഇൻറ്റു ബി നമ്മളെങ്ങനെ പറയും, ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് എ ഇതെടുക്കാം, ബി ഇതെടുത്താൽ നമുക്കിവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, അഡീഷൻ ആവും. അപ്പോൾ ln എ പ്ലസ് പിന്നെ നമുക്കുള്ള അടുത്തൊരു റൂളും കൂടെ ഉണ്ട്. നമുക്കിപ്പം ലോഗ് എ റൈസ് ടു ബി നമ്മളെങ്ങനെ എഴുതും, ബി ലോഗ് എ എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് മുകളിലുള്ള ഇപ്പം നമുക്ക് ഇതാണ് ഈ ബി ആണ് ഇവിടുത്തെ മൈനസ് ഇ എ ബൈ ആർ ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് താഴെ വരും, ബി ലോഗ് എന്ന് പറയുമ്പോൾ അത് താഴെ വരും. അപ്പം നമുക്ക് ഇവിടെ മൈനസ് ആണ്. അപ്പം നമുക്ക് എന്താ, അത് മൈനസ് ആവും, മൈനസ് ഇ എ ബൈ ആർ ടി. പിന്നെ നമുക്ക് എന്ത് വരും, ln അല്ലെങ്കിൽ ലോഗ് ഇ എന്ന് പറയും, അതെന്താണ്, അത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, അത് നമുക്ക് അവിടെ കാണിക്കേണ്ട, ln ഇ വരും അല്ലെങ്കിൽ ലോഗ് ഇ നമുക്ക് പറയാം. ln ഇ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 1 എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ഇതാണ് നമുക്ക് എന്ത് ഫൈനലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവം. ഇനി നമുക്ക് ഇവിടെ lnൽ കിടക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയാൻ നമുക്ക് നോർമൽ ലോഗിലോട്ട് മാറ്റി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നോർമൽ ലോഗിലോട്ട് മാറ്റി എന്ത് ചെയ്യുക, 2.303 ഇൻറ്റു ലോഗ് ആണ് നമുക്ക് ബേസിക്കലി 2.303 ലോഗ് ആണ് നമുക്ക് ബേസിക്കലി എന്ത്, നമ്മൾ ln എന്ന് പറയാം. അപ്പോൾ നമുക്ക് ln മാറ്റാനാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 2.303 ലോഗ് എന്ന് എഴുതാം, കെ എന്ന് കിട്ടും. ഇസിക്വൽ ടു നമുക്ക് ഇവിടെ ഒരു ln ഉണ്ടല്ലോ, അവിടെ ln നമുക്ക് ഇതേപോലത്തെ സംഭവം നമുക്ക് ചെയ്യാം, 303 ലോഗ് എ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്ത് നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് കണ്ട് ഇവിടെ 2.303 ഉണ്ട്, ഇവിടെ 2.303 ഉണ്ട്, നമുക്ക് ചെയ്യാൻ പാടാണ്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഈ 2.303 ഇങ്ങോട്ട് കൊണ്ടുപോകുക, ലോഗ് കെ ഇസിക്വൽ ടു ഞാൻ ഇതിന് താഴെ കൊണ്ടുവരും. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുക. അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, അത് താഴെ പോകും, ഡിനോമിനേറ്റർ താഴെ പോകും. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എഴുതും 1/2.303 ഇൻറ്റു ദാണ്ട് ഈ സംഭവം 2.303 ലോഗ് എ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് കിട്ടും. ഇനി ഞാൻ എന്താണ്ട് ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാം. എനിക്കിങ്ങനെ കിട്ടും 2.303 ലോഗ് എ ബൈ ഇതിനെങ്ങോട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, 2.303 എന്ന് കിട്ടും, മൈനസ് ഇ എ ബൈ ആർ ടി ഇവിടെ എന്താണ് ഇൻറ്റു 2.303 എന്ന് കിട്ടും. ഈ 2.303 ഈ 2.303 കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫൈനലി ഇതാണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനലൈസ്ഡ് ആയിട്ട് എന്താ, ലോഗ് നമുക്കിപ്പോൾ എയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ലോഗ് എടുക്കാം. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന കേതാണ്. ഇപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം, ഇതുമാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാം. ലോഗാണ്, നമുക്ക് ലോഗ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോൺസ്റ്റന്റ് ഉള്ള ഒരു വാല്യൂസ് ഉണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, അതിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫൈനലൈസേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് വീണ്ടും ഒരു സംഭവം ഉണ്ട്. ഞാൻ നേരത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞു, നമുക്കിപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്ന വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ റിയാക്ഷൻ ഡബിൾ ആവാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ 10 ഡിഗ്രീസ് കൂട്ടിയാൽ നമുക്ക് ആ ഒരു ആവറേജിൽ
ഞാനിപ്പോൾ ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രീസ് ഞാൻ കൂട്ടിയാൽ റിയാക്ഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സംഭവം എന്താവും? റിയാക്ഷൻ അല്ല, റേറ്റ് ഓഫ് കോൺസ്റ്റന്റ് എന്തായിട്ട് മാറും? ഒരു ഇൻറ്റു 2 ടൈംസ് കൂടും, ഡബിൾ ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ടെമ്പറേച്ചറിലുള്ള എന്ത് തന്നിട്ടുണ്ടാവും? കെയുടെ വാല്യൂസ്, റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. നമുക്ക് അവിടെ ഇരുന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറയാം? EA കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്തിട്ടുണ്ടാവും കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ അങ്ങനത്തെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. അവിടെ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്ട് ഈ ഒരു കണ്ടീഷനോട് ഞാൻ തിരിച്ചു പോവാം, നമ്മുടെ LNK അതിലോട്ട് പോകാം. ഇതിലോട്ട് വെച്ച് ചെയ്താലും കുഴപ്പമില്ല, വെച്ച് ചെയ്താൽ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് ഈ ഫൈനലൈസേഷൻ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ എത്തും. പക്ഷേ ഇതിനെടുത്ത് ഇതേപോലെ എടുത്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈ 2.303 നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനിതിപ്പം അതിന് ഒരു സിംപ്ലിസിറ്റിക്ക് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോവാം, നമ്മുടെ LNK എന്ന് പറയുന്ന ഈ ഒരു ഫൈനലൈസേഷനിലോട്ട് പോവുക. ഇവിടെ ഞാനിപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇനി എനിക്കിവിടെ ടെമ്പറേച്ചർ T1 ഉണ്ട്, ടെമ്പറേച്ചർ T2 ഉണ്ടെന്നുള്ള കണക്കിൽ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. 2 ടെമ്പറേച്ചറിനകത്തുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ രണ്ട് ഫൈനലൈസേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ കിട്ടും. ഇവിടെ നമുക്ക് നോക്കുമ്പം ഞാനിപ്പോൾ അറ്റ് ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നോക്കുക. ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന കണ്ടീഷനിൽ ഞാൻ എന്തെടുക്കുക? K1 എന്ന് എടുക്കുക. ബാക്കിയെല്ലാം സെയിം. അപ്പൊ നമുക്ക് എന്തിവിടെ കിട്ടും? ln K1 is equal to നമുക്ക് അവിടെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? ln A മൈനസ് EA ബൈ R കോൺസ്റ്റന്റ് ആണ് T1 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടും. അപ്പൊ ഇതാണ് എന്ത്? എൻ്റെ ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേ കണ്ടീഷനിൽ ഞാൻ അറ്റ് ടെമ്പറേച്ചർ T2 ആണെങ്കിൽ ഞാൻ K2 എന്ന് എടുക്കുന്നു. എനിക്ക് എന്ത് കിട്ടും? ln K2, K1 K2 ആവും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ln A മൈനസ് EA ബൈ R T2 എന്ന് കിട്ടും. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് എടുക്കുന്നു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് ln A സെയിം ആണ്. ഇവിടെ എക്ക് വേറെ ഡിഫറൻസ് ഒന്നും ടെമ്പറേച്ചർ ബേസിൽ വരത്തില്ല, കാരണം ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ അത് നടക്കുന്ന കാര്യമാണ്. എന്ത് ചെയ്തില്ല, കോമൺ ഫോർ പർട്ടിക്കുലർ റിയാക്ഷൻ. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ അത് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നമുക്ക് ഇതിനെ ഞാനിപ്പോൾ എനിക്ക് ഇവിടെ 2 ഇക്വേഷൻ കിട്ടി. ഞാൻ ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യാൻ പോവാം. 2 - 1 2 നിന്ന് 1 കുറയ്ക്കാൻ പോവാ. എനിക്ക് എന്ത് കിട്ടും? ln K2 മൈനസ് ln K1 ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കി ln A മൈനസ് EA ബൈ R T2 മൈനസ് ബ്രാക്കറ്റ് 2 ln A മൈനസ് EA ബൈ R T1 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് അറിയാം, നമുക്ക് ലോഗ് A മൈനസ് ലോഗ് B എനിക്ക് എന്തായിട്ട് എഴുതാം? ലോഗ് A ബൈ B ആയിട്ട് എഴുതാം. അപ്പം ഞാൻ ആ സംഭവം ഇവിടെ യൂസ് ചെയ്യുക. ഞാൻ എന്തോ ln K2 ബൈ K1 എന്ന് എഴുതി ഇതിന്. അപ്പം എനിക്ക് എന്ത് കിട്ടും? ln A മൈനസ് EA ബൈ R T2. ഇവിടെ നാണ്ട മൈനസ് ഉണ്ട്. ln A ഈ മൈനസും കൂടെ ഒന്ന് പ്ലസ് ആവും. EA ബൈ R T1 എന്ന് പറയുന്നൊരു സംഭവം കിട്ടും. ഇനി എനിക്ക് എന്താ? ഈ ln A കട്ടാവും. അവിടെ നമുക്ക് ഇവിടെ ബാക്കി ഇത് കിട്ടും. എനിക്ക് എങ്ങനെ കിട്ടും? ln K2 ബൈ K1 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? അതുകൊണ്ട് ഇതിവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പം ഞാൻ ആദ്യം പ്ലസ് എഴുതുക. EA ബൈ R T2 മൈനസ് EA ബൈ R T2 അല്ല, R T1. നമുക്ക് R T1 വരും, ഇവിടെ R T2 വരും. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നാച്ചുറൽ ലോഗരിതത്തിലുള്ള കണ്ടീഷനിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാച്ചുറൽ ലോഗരിതത്തിൽ കിട്ടിയ സാധനത്തിന് എനിക്ക് എന്താക്കി മാറ്റാം? നമ്മുടെ നോർമൽ ലോഗിലോട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത അതേ സമയം 2.303 ലോഗ് ആക്കി മാറ്റുക. അപ്പം നമുക്ക് താണ്ട് ഇതിൻ്റെ ഒരു ഫൈനലൈസ്ഡ് ആയിട്ട് എനിക്ക് താണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഞാനിപ്പോൾ എടുക്കുവാണ് ലോഗ് 2.303 ലോഗ് K2 ബൈ K1 ഇസ് ഈക്വൽ ടു EA. ഞാനിവിടെ EA ബൈ R കോമൺ ആയിട്ട് എടുക്കുവാണ്. അതുകൊണ്ട് ഇവിടെ EA ബൈ R ഉണ്ട്, ഇവിടെ EA ബൈ R ഉണ്ട്. ഞാനത് കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ 1/T1 ഉണ്ട്, മൈനസ് 1/T2 ഉണ്ട്. ഇവിടെ താണ്ട് ഇവിടെ എന്തുണ്ട്? 2.303 ഇവിടെ കിടക്കുക. ഞാനിപ്പോൾ ഇത് ലോഗ് മാത്രം ഒരു സൈഡിലോട്ട് എത്തിക്കണം. ലോഗ് K2 ബൈ K1 എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനപ്പുറത്ത് ഇത് മുകളിൽ കിടക്കും, ഇവിടെ താഴെ പോകും. അപ്പൊ EA ബൈ 2.303 R 1/T1 മൈനസ് 1/T2 എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടി. ഇതാണ് ഇവിടുത്തെ ഫൈനലൈസ്ഡ് ഇക്വേഷൻ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കിപ്പോൾ 2 ടെമ്പറേച്ചറിലുള്ള കോൺസ്റ്റന്റ് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് EA കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? EA ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കണ്ടുപിടിക്കാൻ പറ്റും. ഇത്ര കാര്യങ്ങളുള്ള സത്യം പറഞ്ഞാൽ നമ്മുടെ അരീനിയസ് കോൺസെപ്റ്റിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ ഒരു പരിപാടികളും നമുക്ക് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് ചോദിക്കാനൊന്നുമില്ല. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഇവിടെ നമുക്ക് ടി എങ്ങനെ വരുന്നു, ഇതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഒരു റിയാക്ഷനകത്ത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ കൊണ്ട് ആ ഒരു സയൻറ്റിസ്റ്റ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പം അരീനിയസ് കോൺസെപ്റ്റ് മിഷൻ അക്കംപ്ലിഷ്ഡ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് ഇതേപോലെ ഏത് കണ്ടന്റാണ് ചെയ്യാനുള്ളതെന്നും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ വേറെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇനി ഇതേപോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന്റെ ഒരു കാര്യമാണ് ഇത് അരീനിയസ് കോൺസെപ്റ്റ്. ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരാളാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ എന്ന് പറയുന്ന ഒരു രണ്ട് സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ഗ്രാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്. അതും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നത്. സ്റ്റേ ട്യൂൺഡ്. സോ അപ് ടിൽ ദെൻ യു ആർ വാച്ചിങ് റീച്ച് ലേണിംഗ് എഡ്ജ് ആൻഡ് ഇറ്റ്സ് മീ Regan signing off. Bye bye bye.